മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് തന്നെ വലിയ ഒരു അത്ഭുതമാണ്. ആ പേരിന്റെ അർത്ഥം തന്നെ മുഹമ്മദ് പ്രകീർത്തിക്കപ്പെടുന്ന ആളെന്ന്, പതിവ് ചെല്ലപ്പെടുന്ന ആള്, പ്രശംസിക്കപ്പെടുന്ന ആളെന്ന്. ആ പേര് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് ഹബീബിന്റെ പതിവ് ചെല്ലണം. കാരണം ആ പേര് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ഉമ്മ തെരഞ്ഞെടുത്ത പേരല്ല. അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ പിതാവ് റസൂലുള്ളാഹി ആമിനമ്മയുടെ പള്ളയിലുള്ള സമയത്ത് തന്നെ പിതാവ് മരിച്ചു പോയിട്ടു. ആ മരണത്തിന് മുമ്പ് വസിയത്ത് ചെയ്തിട്ട് മരിച്ചു പോയതല്ല. എന്റെ മകൻ പ്രസവിച്ചാൽ അദ്ദേഹത്തിന് മുഹമ്മദിന് പേരിടണോ എന്ന് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഇവിടെ വസിയത്ത് ചെയ്തിട്ട് ഏൽപ്പിച്ചു പോയ പേരെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവിടുത്തെ ഉമ്മാപ്പമാര് സെലക്ട് ചെയ്ത പേരല്ല. പിന്നെയോ അള്ളാഹു തആല സെലക്ട് ചെയ്ത പേരാണ്, അള്ളാഹു തിരഞ്ഞെടുത്ത പേരാണ്. നമുക്കറിയാം മഖൂസ് പോലെ ഓർമ്മ 4ാമത്തെ ആദി ഇബ്നു ഇസ്ഹാഖ് എന്നവർ ചോദിച്ചു, പറഞ്ഞു ലമ്മാ കാനൽ യൗമുസ് സാബിഅ, റസൂലുള്ളാഹി തങ്ങളെ പ്രസവിച്ച് 7ാമത്തെ ദിവസമായപ്പോൾ അബ്ദുൽ മുത്തലിബ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അറുത്തു കൊടുത്തു. അതായത് ഇന്ന് നാം കുട്ടികൾ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ പേര് അത്തീഖത്ത് അറുത്തു കൊടുക്കൽ ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. ആ കർമ്മം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ട് 7ാമത്തെ ദിവസമാകുമ്പോൾ അറുത്തു കൊടുത്തു. അബ്ദുൽ മുത്തലിബ് വഖാമ ബിഅംരിഹി കമാ യജിബു, റസൂലുള്ളാഹി തങ്ങളുടെ ആ കാര്യത്തിൽ എന്തൊക്കെ വേണോ ആ കാര്യങ്ങളുമായി മുഴുവനും അവിടുത്തെ ഉപ്പാപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവർ അത് നിർവഹിച്ചു. എന്നിട്ട് ഖുറൈശ, മക്കയുടെ പ്രമാണികളായ ഖുറൈശികളെ മുഴുവനും അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ മുഴുവനും അവർക്ക് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു. അവരെ വേണ്ടതുപോലെ ബഹുമാനിച്ചു. എന്നിട്ട് ഫലം ആക്കളും ഇതിട്ടും ഒക്കെ കഴിഞ്ഞപ്പോ ആരും അവർ ചോദിച്ചു, അബ്ദുൽ മുത്തലിബ് എന്നവരോട് ചോദിക്കുക, നിങ്ങളുടെ പൊന്നാന മോന് നിങ്ങൾ എന്താ പേര് വെച്ചതെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പേരമകനാണ്. എന്തായാലും അറബികൾ പേരമകൻ മക്കൾക്കും മകൻ എന്ന് പറയും, നമ്മളിപ്പോ പറയുന്നില്ല, പുള്ളിമാര് മക്കളെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഖുറൈശികൾ ചോദിച്ച്, നിങ്ങളെ പൊന്നു മോനെ എന്താ പേര് വെച്ചത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, മുഹമ്മദ, അദ്ദേഹത്തിന് ഞാൻ എന്റെ കുട്ടിക്ക് മുഹമ്മദ് എന്നാണ് പേര് വെച്ചത്. മുഹമ്മദ് എന്ന പേരാണ് ഞാൻ എന്റെ കുട്ടിക്ക് പേര് വെച്ചത്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയല്ല, അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്ത പേരാണ്. അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്ത പേരാണ്. എന്റെ കാരണം അപ്പയാണ് ഖുറൈശികൾ ചോദിച്ചത്, എന്താ അബ്ദുൽ മുത്തലിബ് നമ്മുടെ ഉപ്പമാരുടെ പേരൊന്നും കാണുന്നില്ലല്ലോ ചോദിച്ചു. അത് നിങ്ങൾ വെടിഞ്ഞോ, ഇങ്ങനെ വേണ്ടാതാക്കിയോ? ബാപ്പമാരുടെ പേരൊന്നും വേണ്ടാന്ന് വെച്ചോ ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹിയുടെ ബാപ്പമാരുടെ പേരാണ് അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൽ മുൻതസിബ് ഉസൈഖിലാബുൻ മുറത്തുൻ കഅബുൻ ലുഅയി വാലി. അങ്ങനെ റസൂലുള്ളാഹി ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേര് അങ്ങനെയാണ്. മുഹമ്മദ് എന്ന പേരുമായി ഷൂട്ടായ ഒരു പേരും ആ പേരിലില്ല. അപ്പോൾ ചോദിക്കാണ്, അത് ബാപ്പമാരുടെ പേരൊക്കെയും വെടിഞ്ഞോ, വേണ്ടാന്ന് വെച്ചോ? അപ്പോഴാണ് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മറുപടി, ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകളും എന്റെ മകനെ പ്രശംസിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. എല്ലാവരും എന്റെ മോന്റെ പതിവ് പറയണം, എന്റെ മോന്റെ പ്രകീർത്തനങ്ങൾ പറയണം, എന്റെ മകനെ സ്തുതിക്കണം, പ്രകീർത്തിക്കണം. അതാണ് എന്റെ മനസ്സിലുള്ളത്. അതാണ് മുഹമ്മദ് എന്ന പേര്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പ സ്വന്തമായിട്ട് വെച്ച പേരല്ല, ഇല്ലയോ, അള്ളാഹു തെരഞ്ഞെടുത്ത പേരാണ്. അതെങ്ങനെ നമുക്ക് കിട്ടി? മഹാനായ സയ്യിദുനാ അബൂനാ അബുൽ ബശാദ് അലൈഹിസ്സലാത്തു വസ്സലാം അതിന്റെ പേര് ഇസ്ലാമിനെ പഠിച്ചു. അവിടുത്തെ ഭാര്യയിൽ നിന്നിട്ട് ഭാര്യയായ ബീബി ഹബ്ബാ റളിയല്ലാഹു അൻഹയെ പഠിച്ചു. ആദ്യം തന്നെ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്, എന്താ? ഒരാണ് പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ആണ് പെണ്ണിന് മഹർ കൊടുക്കണം, ആണ് പെണ്ണിന് മഹർ കൊടുക്കണം. അത് ഇന്നും അങ്ങനെയാണ്. ഒരാണ് പെണ്ണിന് മഹർ കൊടുക്കാൻ നിർബന്ധമാണ്. അതിന് കഴിവില്ലേ എന്നാ കല്യാണം വേണ്ട. മനസ്സിലാവും, കല്യാണം കഴിക്കണ്ട, മഹർ കൊടുക്കാൻ നിനക്ക് ആവതുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഹവ്വാ ബീബിയെ ഭാര്യയാക്കാൻ പോവാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാമിനെ കയ്യിൽ കൊടുക്കാൻ എന്തെങ്കിലും ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പോഴാണ് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചത്, ആദമേ മഹർ കൊടുക്കണ്ടേ, എന്ത് കൊടുക്കും? അപ്പോ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താ? യാ പടച്ചോനെ, യാ പടച്ചോനെ,
എന്റെ ഭാര്യയായി ഞാൻ സ്വീകരിക്കാൻ പോകുന്ന ഹവ്വാന്റെ മഹറായി ആഖിറു സമാനിൽ വരുന്ന മുഹമ്മദ് എന്ന എന്റെ പേരമോന്റെ പേരിൽ ഞാൻ 10 സ്വലാത്ത് ചെല്ലാൻ പോകുന്നു. ആഖിറു സമാനിൽ വരുന്ന എന്റെ പേരമകനായ മുഹമ്മദിന്റെ പേരിൽ 10 സ്വലാത്ത് ഞാൻ ചെല്ലാം മഹറായി. അന്ന് ചോദിച്ചു, ആദമേ, ആ പേരമകനെ കുറിച്ച് നിനക്കെന്താ അറിഞ്ഞത്? എവിടുന്ന് വിവരം കിട്ടി? അതിന്റെ അലിസ്ലാം പറഞ്ഞു, പഠിച്ചോനെ, എന്നെ നീ പഠിച്ചപ്പോ ആദ്യമായി ഞാൻ കണ്ടു തന്നപ്പോ എന്റെ കണ്ണിലൂടെ കണ്ടത് നിന്റെ അർശാണല്ലോ. വിശാലമായ അർശെന്ന വളപ്പാണ് എന്റെ കണ്ണിലൂടെ ആദ്യമായി ഞാൻ കണ്ടത്. ആ അർശിൽ ഞാൻ എഴുതി വെച്ചത് കണ്ടു. പഠിച്ചോനെ, എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അർശിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടു. നിന്റെ അടുത്ത്, നിന്റെ പേരിന്റെ അടുത്ത് ഇടവിടാതെ, ഒരു ഗ്യാപ്പ് വെക്കാതെ മുഹമ്മദ് എന്ന പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വം വലിയ വ്യക്തിത്വമാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ വ്യക്തിത്വം അതിന് വരുന്ന ആളൊക്കെയും എന്റെ മക്കളാണ്, എന്റെ പേരമക്കളാണ്. അതുകൊണ്ട് ആ അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ സ്വലാത്ത് ചെല്ലാം എന്ന് പറഞ്ഞത്. അള്ളാഹു ഈ ദുനിയാവിനെ പറക്കുമ്പോ തന്നെ സെലക്ട് ചെയ്ത പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പേര് തന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് ഇയാളെ പ്രകീർത്തിക്കണമെന്നാണ്, ഇയാളെ പ്രശംസിക്കണമെന്നാണ്, അയാളെ മധുര ചെല്ലണമെന്നാണ്. പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. ആ പേര് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലെ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ പ്രസവം ഒരിക്കലും എഴുതിയിട്ടുണ്ടോ? അല്ലെ, ഡെലിവറി റൂം, പ്രസവിക്കാനുള്ള റൂം, അല്ലെ, എന്നാൽ പിന്നെ അതിന്റെ താഴെ ബാരേജ് വെക്കണോ? ഇതിൽ കമ്പനികൾ മാത്രം പോകണം, എതിർക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു ഗ്രന്ഥാലയത്തിൽ പോയാൽ അവിടെ എല്ലാ ക്ലബുകളിൽ പോയിട്ടോ, ക്ലബുകളിലൊക്കെ സാധാരണ വായിക്കാനുള്ള പുസ്തകങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും, ഗ്രന്ഥാലയം. അല്ലെ, അതിന്റെ താഴെ ബാരേജ് വെക്കേണ്ട ആവശ്യമുണ്ടോ? വായിക്കുന്നവർക്ക് മാത്രം. പള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളി പിന്നെ അതിന്റെ ബാങ്ക് താഴെ ബാരേജ് വേണം. നിസ്കരിക്കുന്നവർക്കാണ്. പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി നിസ്കരിക്കാനുള്ളതാണ്. ഗ്രന്ഥാലയം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി വായിക്കാനുള്ള സ്ഥലമാണ്. ഡെലിവറി റൂം എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലായി അവിടെ അതിലൂടെ കൊണ്ടുപോകേണ്ടത് ഗർഭിണികൾ തന്നെയാണ് എന്നതുപോലെ മുഹമ്മദ് എന്ന പേര് തന്നെ പിന്നെ അതിന്റെ താഴെ വേറെ നോട്ടീസ് അടിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ താഴെ വേറെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ചെല്ലണോ, നിങ്ങൾ പ്രകീർത്തിക്കണോ? ഇല്ല. കാരണം ആ പേര് തന്നെ നമുക്കത് പഠിപ്പിച്ചതാണ്, മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പേര് തന്നെ വലിയ അത്ഭുതമാണ്. ആ അത്ഭുതത്തിന്റെ ഉടമയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ മീലാദ് കൊണ്ട് ബറക്കത്താക്കപ്പെട്ട റബീഉ, ആ റബീഇന്റെ വസന്തം, ആ റബീഇന്റെ പുണ്യമായ അവസ്ഥകളും ദിവസങ്ങളും നമ്മുടെ മുന്നിലേക്ക് ഇതാ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പള്ളി കാണുമ്പോൾ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഈ പള്ളിയിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഇടങ്ങളിൽ പോയാലും, ഏത് നാട്ടിൽ പോയാലും അവിടെ മുഴുവനും, ഈ മാസം മുഴുവനും ഹബീബ, അവിടുത്തെ മധുര, അവിടുത്തെ പ്രകീർത്തനങ്ങള, അവിടുത്തെ പേരിൽ ഭക്ഷണം കൊടുക്കൽ, അവിടുത്തെ പേരിൽ മധുരം കൊടുക്കൽ, എല്ലാം കൊണ്ട് സന്തോഷമാണ്. ഒരിക്കലും ഓരോ കൊല്ലങ്ങളും ഖിയാമത്ത് നാൾ വരെ വരുമ്പോൾ സംഭവിക്കുന്നത് വരെ ഹബീബിന്റെ മധുരങ്ങളും അവിടുത്തെ പ്രശംസകളും അവിടുത്തെ പ്രകീർത്തനങ്ങളും അതിവിടെ നടന്നുകൊണ്ടിരിക്കും. കാരണം അത് അല്ലാഹു ഏറ്റെടുത്തതാണ്, അല്ലാഹു ഏറ്റെടുത്ത കാര്യമാണ്. അപ്പൊ അല്ലാഹു ഏറ്റെടുത്ത കാര്യം അൽഹംദുലില്ലാഹ് ഭംഗിയായി നിർവഹിക്കേണ്ടത് നമ്മുടെ കടപ്പാട് കൂടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പള്ളി, നമ്മുടെ മദ്രസ, ഇനിയുള്ള ദിവസങ്ങൾ മുഴുവനും നമ്മുടെ മക്കളുടെ ആ ചുണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പാട്ടുകളും പ്രസംഗങ്ങളും കവിതകളും അതുപോലെ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി എഴുത്തും അതുപോലെ ചിത്രം വരയ്ക്കലും ഇങ്ങനെയുള്ള ഒരുപാട്. കാരണം സന്തോഷം, കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. റബീഉൽ അവ്വലിൽ മദ്രസയ്ക്ക് വരുന്ന വരാന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്ക് വലിയ സന്തോഷം. അങ്ങനെയുള്ള ആ ഒരു അവസരം ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇനി പോവാൻ പോവാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിക്കാരും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെയും നാട്ടുകാരുമായി നിങ്ങൾ സമീപിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇല്ല എന്ന് പറയാതെ ഉള്ളിൽ നല്ല രൂപത്തിലുള്ള സഹകരണങ്ങളും സഹായങ്ങളും ഹബീബായ തങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കലും അതിനു വേണ്ടി ഓടി നടക്കലും ശ്രദ്ധിക്കലും പ്രവർത്തിക്കലും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് ആർക്കും അവനുള്ളത് അവൻ കൊടുക്കട്ടെ, ഇവൻ കൊടുക്കട്ടെ, അവൻ പോരട്ടെ, കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും ഹബീബിന്റെ ശഫാഅത്ത് അനിവാര്യമാണ്. അതില്ലെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയൂല എന്ന ബോധം മനസ്സിൽ വെച്ച് ഹബീബിന് വേണ്ടി നാം ഓരോരുത്തരും കച്ചകെട്ടി ഇറങ്ങണം. അല്ലാഹു ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യം, യുവാക്കൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ മദ്രസയുടെ ഉസ്താദന്മാർ, മദ്രസയുടെ മക്കൾ ഓരോരുത്തരും മനസ്സിൽ കരുതിയ കാര്യങ്ങൾ മുഴുവനും വലിയ വിജയത്തിനും പ്രാപ്തിയും മത്സരത്തിനും സന്തോഷത്തിനുമായി നീ അത് ഏറ്റെടുത്തത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന് വേണ്ട എല്ലാ രൂപത്തിലുള്ള മദതും നിന്റെ ഹസനാവിൽ നിന്ന് വിചാരിക്കാത്ത വഴിയിലൂടെ അർഹതപ്പെട്ടവർ
അവരുടെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ ഉണ്ട്. ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ ഉണ്ട്. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ നീ ശിവയാക്കി തരണേ ഉണ്ട്. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ കടങ്ങളെ പോലെയുള്ള ബാധ്യതകളുടെ ഇടപാടുകൾ ഒക്കെ മുഴുവൻ നീ വിട്ടിത്തരണേ ഉണ്ട്. എത്രയോ ഗർഭിണികളായ സഹോദരിമാരും ഈ സദസ്സിലുള്ളവരുടെ ഭാര്യമാരും നമ്മുടെ നാട്ടിലുള്ളവരുടെ പലരുടെ ഭാര്യമാരും സഹോദരിമാരും പടച്ചവനെ ഗർഭിണികളുണ്ട്. അവർക്ക് നിന്റെ സമയമാകുമ്പോൾ റാഹത്തോടുകൂടിയുള്ള സുഖപ്രസവം നൽകി സന്തോഷിപ്പിക്കണേ ഉണ്ട്. മക്കളില്ലാതെ ബേജാറായ ആളുകൾക്ക് ഹൈറായ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ ഉണ്ട്. അതിനുള്ള തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും അത് മുഴുവനും നീക്കി കൊടുക്കണേ ഉണ്ട്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഹബീബായ തങ്ങളൊന്ന് കാണാൻ വലിയ ആഗ്രഹം കാണുമ്പോ എത്ര കാലമായി ശലാത്തിലെല്ലാം തുടങ്ങി, എത്ര കാലമായി ഹബീബിന്റെ പേരിൽ ഖുർആൻ ഓതാൻ തുടങ്ങി, ഹബീബിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് വരെ ഈ സദസ്സിലുള്ളവരും അതുപോലെ ഞങ്ങളിൽപ്പെട്ട പലരും ആ പൂമുഖം കാണാൻ ഭാഗ്യം കിട്ടാവുന്നവരാണ്. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആ മുഖമൊന്നും സന്തോഷത്തോടെ ഞങ്ങൾക്ക് നീ കാണിച്ചതാകുമ്പോ നീ കാണിച്ചതാവുന്നത് പടച്ചവനെ ആ ഹബീബിന്റെ പരിശുദ്ധമായ റൗള സിയാറത്ത് ചെയ്യാനുള്ള അവസരവും ആരോഗ്യമുള്ള ആഫിയത്തുള്ള കാലത്ത് തന്നെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നമ്മുടെ മുന്നിൽ നീ നീട്ടിത്തരണേ അല്ലാ, നീട്ടിത്തരണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന പ്രവാസികളും മറ്റുള്ള ആളുകളും അല്ലാഹുവേ നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടി വിജയത്തിലാകാൻ വേണ്ടി നല്ല രൂപത്തിൽ സഹായിക്കുന്നവരും പരിശ്രമിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാണ് അല്ലാഹുവേ പ്രവാസികൾ. അവർക്ക് നീ വലിയ ബറക്കത്തും ഖൈറും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾ, അവരുടെ ബിസിനസ്, അവരുടെ ജോലി, അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, നാട്ടിലുള്ളവരിൽ പലരും പല രൂപത്തിലുള്ള ജോലിയും ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അവർക്കൊക്കെയും അർഹമായ ബറക്കത്തും സന്തോഷവും അല്ലാഹുവേ നീ നൽകണേ അല്ലാ. എല്ലാം കൊണ്ടും ഇതുപോലെ പരിശുദ്ധ ഹബീബിന്റെ ദിവസങ്ങളിൽ നാം ചെല്ലുന്ന, പാടുന്ന, പ്രശംസിക്കുന്ന ഹബീബിന്റെ മധുര പ്രകീർത്തനങ്ങൾ, സ്വലാത്തുകൾ, മൗലിദുകൾ അത് കാരണമായി മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളുടെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് وببركة يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه